ഡോക്ടറെ, കുറച്ച് കാലമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ച് കൂടുതലായിട്ട് രോഗികൾ വരുന്നത് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ടാണ്. അതെന്തുകൊണ്ടാണ് ഇപ്പം അങ്ങനെ? അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ പെട്ടെന്നുള്ള ചൂട് കൂടി രാത്രി സമയങ്ങളിൽ നല്ല തണുപ്പായി, രാവിലെയും നല്ല തണുപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് അലർജീനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പ്രത്യേകിച്ച് ഇത് പറയുമ്പോൾ ഈ ഒരു സീസണിൽ അങ്ങനെ കൂടുതലായിട്ട് കാണുന്നു എന്ന് പറയുന്നവർക്ക് ഓൾറെഡി അലർജി ഉണ്ടായിരിക്കും നേരത്തെ തന്നെ. അതിന് ട്രിഗർ ചെയ്യുന്നൊരു ഫാക്ടർ കൊണ്ട് അവരത് അതിൻ്റെ സിംറ്റംസ് അവർക്ക് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി അവർക്ക് ചിലപ്പോൾ അലർജി നേരത്തെ ഉള്ളവർ തന്നെ ആയിരിക്കും. ഈ അലർജിയുടെ ലക്ഷണങ്ങളായിട്ടുള്ള തുമ്മല്, കണ്ണു ചൊറിച്ചില്, മീത്ത് ചൊറിച്ചില് വരിക, അങ്ങനെയൊക്കെ സിംറ്റംസ് പറഞ്ഞിട്ടാണല്ലോ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് എന്താണ് ഇത് മരുന്നുകളൊക്കെയാണ് കൊടുക്കാൻ പറ്റുക? നമ്മളതിൽ കൊടുക്കുന്നത്, നമ്മൾ ശ്വാസം കൊടുക്കാറുണ്ട്. ഒരുവിധം പേഷ്യൻസിനൊക്കെ ഒരു ബോട്ടിൽ ശ്വാസം ഉപയോഗിക്കുമ്പോൾ ഒരു നല്ല ആശ്വാസം കിട്ടാറുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ചിലപ്പോൾ നമ്മൾ ഒരു മാസം വരെയൊക്കെ മറ്റു മരുന്നുകളും കൂടെ കൊടുക്കും. പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ മുക്കുറ്റി ലേഹ്യം കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ സിംറ്റംസ് നോക്കിയിട്ട് ചില ആൾക്കാർക്ക് മൂക്കിന് അടവ്, അങ്ങനെ മൂക്കൊലിപ്പെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ നേസലോൾ കൊടുക്കാറുണ്ട്. അതുപോലെ ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുന്നവർക്ക് ശംഖുപുഷ്പം കൊടുക്കാറുണ്ട്. കണ്ടീഷൻ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മരുന്ന് മേടിച്ച് കഴിക്കുന്നവർ ഒരു ബോട്ടിൽ ശ്വാസം എടുത്തു, അത് കഴിഞ്ഞിട്ട് അവർക്ക് നല്ലൊരു റിലീഫ് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്ത് മരുന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അലർജി എന്ന് പറയുന്നത് ഒരു സീസണിൽ നമ്മൾ അലർജിക്ക് ട്രീറ്റ് ചെയ്താലും വളരെ ചുരുക്കം, ചെറിയൊരു ശതമാനം പേർക്ക് നെക്സ്റ്റ് ഒരു സീസൺ ഇതുപോലൊരു ക്ലൈമറ്റ് ചേഞ്ച് ഇനി വരുമ്പോൾ വീണ്ടും ഇതേപോലെ അല്ലെങ്കിലും ഇത്രയും സിവിയർ ആയിട്ട് അല്ലെങ്കിലും വീണ്ടും അലർജി കാണാൻ സാധ്യതയുണ്ട്. അത് ഓൾറെഡി അവർക്ക് ബ്ലഡിൽ അലർജിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അടുത്തൊരു പ്രാവശ്യത്തെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴും അതിന് വേണ്ട മരുന്നുകൾ എടുക്കണം. അതേപോലെ അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചവനപ്രാശം തന്നെ കഴിക്കാം. മുക്കുറ്റി സിംറ്റം നോക്കിയിട്ട് മുക്കുറ്റി തന്നെ വീണ്ടും കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ചില ആൾക്കാർക്ക് ഒറ്റൊരു സീസൺ കൊണ്ട് തന്നെ അലർജി ക്ലിയർ ആയി പോവാറുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് വീണ്ടും അത് മരുന്ന് കഴിക്കേണ്ടും വരാറുണ്ട്.